പല തരത്തിലുള്ള വേട്ടാവളിയന്മാരെ കണ്ടിട്ടുണ്ട്. ഇവനെപ്പോലെ ഒരുത്തനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ നാളായി സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് നക്കി വെളുപ്പിക്കുന്ന തനി നാടൻ എന്ന് പറയുന്ന ഒരു ഒന്നാന്തര ക്രിസംഖിയായിട്ടുള്ള ഈ ചാണക മൊട്ടത്തലയൻ. ഇവൻ ഈ ഇസ്രയേലും ഇറാനും യുദ്ധം തുടങ്ങിയ ദിവസം തൊട്ട് ഒരു 3, 4, 5 വീഡിയോ വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ നിരന്തരം ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ നെതന്യാഹുവും ട്രംപും നേരിട്ട് കാര്യങ്ങളും വിവരങ്ങളെല്ലാം പറയുന്നത് ഇവനോടാണ് കേട്ടോ. അപ്പോൾ ഈ അന്നം തരുന്ന നാടിനോട് സ്നേഹം വേണ്ടെന്നോ കൂറ് വേണ്ടെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷേ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മനുഷ്യനായി പിറന്നവർക്ക് മാത്രമേ ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകത്തുള്ളൂ. ഇസ്രായേലും ഇറാനും യുദ്ധം തുടങ്ങിയ ആദ്യ ദിനം ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും സംയുക്തമായിട്ടുള്ള ആക്രമണത്തിൽ ഇറാനിൽ മരണപ്പെട്ടത് 179ഓളം വരുന്ന പിഞ്ചു മക്കളാണ്. അതും പെൺകുട്ടികളെയാണ് കൊലപ്പെടുത്തി ഒരു സ്കൂളിലേക്ക് ബോംബിട്ടുകൊണ്ട് ഈ നാറുകൾ തുടക്കം കുറിച്ചത്. എന്നാൽ ആ ഒരു വാർത്ത വന്നതിന് ശേഷം മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ ആളുകളും അതിനെ അപലപിക്കുകയും അത് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ തനിനാടൻ എന്ന് പറയുന്ന ഈ ക്രിസംഖി വേട്ടാവളി അമേരിക്കയിൽ ഇരുന്നോണ്ട് പറഞ്ഞത് ഇസ്രയേലും അമേരിക്കയൊന്നുമല്ല, ഇറാൻ തന്നെ സ്വന്തം ജനതയെ ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ബോംബിട്ട് കൊലപ്പെടുത്തി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സിമ്പതി പിടിച്ചു പറ്റാനും അമേരിക്കനെയും ഇസ്രയേലിനെയും വെറുക്കാൻ വേണ്ടിയെന്നാണ് തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഈ ഓളി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ഇവൻ നമ്മുടെ മലനാടൻ മറ്റവനില്ലേ വേട്ടാവളിയൻ, അവൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും. പിന്നെ നമ്മുടെ ജെറുസലേം അമ്മായിയുടെ ഏറ്റവും അടുത്ത ആളാണെന്നാണ് അറിയുന്നത്. അമ്മായിയാണ് ഇവനിക്ക് ഇൻഫർമേഷനൊക്കെ കൈമാറുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയധികം ക്രൂരത കാട്ടിയ ഈ ക്രൂരന്മാരെ ന്യായീകരിക്കുന്നവനെയൊക്കെ മനുഷ്യനാണെന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ സാധിക്കത്തില്ല. തെമ്മാടിത്തരം പറയുമ്പോൾ ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത് വലിയവനല്ലേ, അവൻ തന്നെ ഈ പറഞ്ഞവനെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുക തന്നെ ചെയ്യും. എന്താ 179 പെൺകുട്ടികളുടെ ജീവൻ എടുത്ത ഈ നരാധവന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ദൈവം തമ്പുരാന്റെ ശിക്ഷ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിക്കാതെ പോകത്തില്ല. അവരെ ന്യായീകരിച്ചിട്ടുള്ള ഏത് വൃത്തികെട്ട ഓളിയാണെങ്കിലും കൊള്ളാം, അവനും ഈ ഭൂമിയിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ വെട്ടാവളിയന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യനായി കാണുന്ന ഇവന്റെ കമന്റ് ബോക്സിൽ പോയി പൊങ്കാല ഇട്ടപ്പോൾ ഇവനിപ്പം മാപ്പും കോപ്പും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ലേലും ഈ മാപ്പ് പറയുക എന്നുള്ളത് ഇവൻ്റെയൊക്കെ പൂർവികന്മാരുടെ ഒരു പാതയാണല്ലോ. ആ പാത തന്നെയാണല്ലോ ഇവനൊക്കെ പിന്തുടരുന്നത്. ഒരുത്തൻ്റെ മുമ്പിൽ തലകുനിക്കാതെ നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യം ഒറ്റയ്ക്ക് ഈ വമ്പൻ ശക്തികളെ നേരിടുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വേട്ടാവളിയൻ ഒരു സത്യവും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരു ബോംബിംഗ് നടന്നല്ലോ ഒരു എലമെന്ററി സ്കൂളിൽ ഇറാനിലെ. ആ ബോംബിങ്ങിൽ ഏതാണ്ട് 180ഓളം പേർ മരണപ്പെട്ടു. മിക്കവാറും എല്ലാവരും പിഞ്ചു പൈതങ്ങൾ. അന്ന് തന്നെ ഇറാനിയൻ ഗവൺമെന്റ് പറഞ്ഞത് അത് ഇസ്രായേലി അല്ലെങ്കിൽ അമേരിക്കൻ ബോംബാക്രമണമാണ് ഈ സ്കൂളിനെതിരെ നടന്നത് എന്നാണ്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും അത് നിഷേധിച്ചു. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അമേരിക്ക പറഞ്ഞത് അത് ഇറാനിയൻസിന്റെ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരുന്നു. ഫോൾസ് ഫ്ലാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ട് അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പുറത്തു വയ്ക്കാനായിട്ട്. അതായത് ഈ ബോംബിംഗ് നടത്തിയത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു, അവരുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ കിട്ടിയ വാർത്ത അനുസരിച്ച് AP അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതാണ് അത് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് പറ്റിയ ഒരു കൺഫ്യൂഷനാണ്. യുദ്ധത്തിന്റെ പുറമറയിൽ അല്ലെങ്കിൽ അഫോഗ് ഓഫ് വാർ അതിൽ നടന്ന ഒരു അബദ്ധമാണ് എന്ന് അമേരിക്കൻ ഭരണകൂടത്തിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ APയോട് സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലി അമേരിക്ക അത് സമ്മതിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസ് സെക്രട്ടറി, വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് പറഞ്ഞത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ പോലെ 2 ഉദ്യോഗസ്ഥരെ സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു എന്ന്. അമേരിക്കൻ ഗവൺമെന്റ് അതിൽ ഖേദിക്കുന്നു എന്നും അവർ വെളിപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്ന് കുറ്റപ്പെടുത്തിയതും ഈ റവല്യൂഷണറി ഗാർഡ്സിനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഞാനും റിപ്പോർട്ട് ചെയ്തത്. ഈ വീഡിയോയിൽ കൂടി ഞാനും പറഞ്ഞു അത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് അമേരിക്കയെ കുറ്റപ്പെടുത്തുവാനായിട്ട്, അതായത് ഇറാനിയൻ ജനതയുടെ സിമ്പതി പിടിച്ചു വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റോങ്ങായി റിപ്പോർട്ട് ചെയ്തതിൽ തീർച്ചയായിട്ടും ഞാനും ഖേദിക്കുന്നു. തീർച്ചയായിട്ടും ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ലാഹോത്തോടെയാണല്ലേ ഈ മരം മാക്രി വന്നിരുന്നുണ്ട് 179 പിഞ്ചോമനകളെ കൊല വിളിച്ചിട്ട് അതൊരു കയ്യബദ്ധം പറ്റണം. ആദ്യം നിഷേധിച്ചു, ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇത് ചെയ്തത് ഇറാനാണ്, മറ്റ് രാജ്യങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടിയാണ്, അമേരിക്കയും ഇസ്രായേലിനെ വെറുക്കാൻ വേണ്ടിയെന്നാണ് ഈ വേട്ടാവളിയെ പറഞ്ഞത്. അയത്തുല്ലാ ഖമേനി ഇരിക്കുന്ന ഇടം മൊസാദ് കൃത്യമായി സ്കെച്ച് ചെയ്ത് കൊടുത്ത് ആ സ്ഥലത്തേക്ക് ഇസ്രായേലും അമേരിക്കയും
ആയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടു. അതൊരു കയ്യബദ്ധമൊന്നും അല്ലായിരുന്നു, അത് കറക്റ്റായിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയ ആ സമയത്താണ് ഈ 179ഓളം വരുന്ന ഈ പിഞ്ചു മക്കളെ സ്കൂളിൽ ബോംബിട്ട് ഈ ചെകുത്താന്റെ സന്തതികൾ കൊന്നൊടുക്കിയത്. ഇതുപോലെ എത്ര ആയിരം കുഞ്ഞുങ്ങളെയാണ് പലസ്തീനിൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇവനെ വന്നിരുന്നുകൊണ്ട് ന്യായീകരിക്കുന്ന ഈ പരമ തെണ്ടീനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യനായിട്ട് മതിക്കുക? ഇവനൊരു കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ആ വീഡിയോ കൂടെ നിങ്ങൾ കാണാതെ പോകരുത്. അതായത് ഈ ലോക പോലീസ് ചമഞ്ഞ് നടന്ന ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തോട്ട് ഒരു ഈച്ച പോലും പറന്നു വരില്ല, ഞങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നെതന്യാഹു മാവൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അനിസ്പ്രയുടെ പരസ്യം പോലെയാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്നാണ് അറിയുന്നത്. പക്ഷേ ഇറാൻ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ നെതന്യാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസും കെട്ടിടവും എല്ലാം ഇട്ട് തകർത്തു എന്നുള്ള ഒരു വാർത്തയുമായിട്ട് വരുന്നുണ്ട്. അത് ഏകദേശം സ്ഥിരീകരിച്ച ഒരു വാർത്തയായിട്ട് ഇസ്രായേലും ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹു ഉദാഹവ ആയെന്നാണ് ഈ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് മാത്രമേ ഞാൻ അതിനെ നോക്കിക്കാണൂ. ഈ വേട്ടാവളിയൻ ഇത് സമ്മതിക്കുന്നുണ്ട്, ഇറാനിൽ നിന്ന് വിടുന്ന ബോംബുകൾ ഇസ്രായേലിൽ വർഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണെന്ന് ഈ വേട്ടാവളിയന്റെ വായുന്നതിനൊന്ന് കേട്ടു. ഇന്നലത്തെ മെയിനായിട്ടുള്ള വാർത്ത, ഹസ്ബുള്ള ലബനാനിൽ നിന്ന് 100-120ഓളം മിസൈൽസ് ഒരേ സമയം ഇസ്രായേലിലേക്ക് വിട്ടു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി കവചത്തെ അയൺ ഡോമിനെ ഓവർവെലം ചെയ്യുക. ഒറ്റയ്ക്കും തെറ്റയ്ക്കും അല്ലെങ്കിൽ 10-15 മിസൈൽസ് വിടുമ്പോഴത്തേക്കും ഈ അയൺ ഡോമിന് അതിനെ വെടിവെച്ചിടാം. അപ്പോൾ ഈ 100-120 മിസൈലുകൾ ഹെസ്ബുള്ള വിട്ടതിൽ ഏതാണ്ട് പകുതിയോളം അയൺ ഡോം തടഞ്ഞു, വെടിവെച്ച് താഴെയിട്ടു. പക്ഷേ ബാക്കി 50%, അതായത് 50-ലധികം മിസൈൽസ് ഇസ്രായേലിൽ പതിച്ചു. അതിൽ നാശനഷ്ടം എത്ര ഉണ്ടായി എന്നറിയത്തില്ല, എത്ര വിപുലമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അറിയത്തില്ല. പക്ഷേ 20ഓളം ഇസ്രായേലി പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളെ പറ്റി കൃത്യമായ വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അതായത് ഒരേ സമയം 100-120ഓളം വരുന്ന മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തു വിടുമ്പോൾ അതിൽ 19 എണ്ണം അയൺഡോം സംവിധാനം മുകളിൽ വെച്ചതിനെ പൊട്ടിച്ചു കളഞ്ഞു. മിസൈലുകൾ ഇസ്രായേലിന്റെ പല ഭാഗത്തായിട്ട് പതിക്കുന്നു എന്നുള്ളത് സത്യം തുറന്നു പറയുക. നാണക്കേടല്ലേ ഇത്? നാണക്കേടല്ലേ? ലോക പോലീസ് ചമഞ്ഞ് നടന്ന് ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല എന്ന് വീമ്പിളക്കി നടന്ന മനുഷ്യന് പറക്കാത്ത ഈ ക്ഷുദ്ര ജീവികൾ അവിടെ കിടക്കുന്ന ജനങ്ങൾക്ക് പോലും സ്വസ്ഥത കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഇതിന്റെ നേതാവായിട്ടുള്ള നെതന്യാഹു മാമൻ എവിടെയാണാവോ എന്തോരോ അറിയില്ല. പക്ഷെ ഇവർക്ക് വേണ്ടി കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന ഈ മലയാളികളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് പുച്ഛം തോന്നിപ്പോവാണ്. കാരണം ഇവനൊക്കെ മലയാളികൾക്ക് തന്നെ അപമാനമാണ്. ഇപ്പം ഇറാനും ഇസ്രായേലും ഈ യുദ്ധം കൊടുമ്പൊരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഇന്ത്യക്കാരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ഇന്ത്യക്കാരോട് കാണിക്കുന്ന ആ ഒരു ആദരവും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഏതാണ്ട് 4ഓളം വരുന്ന LPG ഗ്യാസുമായിട്ട് വന്നിട്ടുള്ള കപ്പലമായ രീതിയിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. 28ഓളം വരുന്ന ചരക്ക് കപ്പലുകൾ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്. ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിനോട് നമുക്ക് സ്നേഹം തോന്നിപ്പോവാണ്. അമേരിക്കയും ഇസ്രായേലും എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യത്തിന് എന്ത് തേങ്ങ എന്തൊലക്കയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന ഈ വേട്ടാവളിയന്മാരോട് പറയാനുള്ളത് വിലയേറെ അഭിപ്രായം കമന്റിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം.